ഹലോ ഗായ്സ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് റെസിപ്പിയാണിത്. നിങ്ങൾ മിക്കവരും കണ്ട് കാണും. എല്ലാവരും പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതെല്ലാം കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഒരു പാനിലോട്ട് അരിഞ്ഞിടാം. എന്നിട്ട് കുറച്ച് ശർക്കര ചീവിയതും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുമ്പോൾ ആ പഴം വേവുന്ന വരെ തിളപ്പിക്കണം. പഴം നല്ലോണം വെന്ത് കഴിയുമ്പോൾ അതോരോന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. എന്നിട്ട് മധുരം കുറവാണെങ്കിൽ ആ ശർക്കര പാനിയിലോട്ട് ഇത്തിരി കൂടി ശർക്കര ചീവിതിട്ട് കൊടുത്ത് നല്ലോണം കുറുക്കിയെടുക്കാം. എനിക്കിവിടെ മധുരം കുറവായതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റി വെക്കാം. അങ്ങനെ 2 ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ മെയിൻ ഐറ്റമാണ് പപ്പടം. അവർ പപ്പടം വറുത്തെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങളിവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി പപ്പടം ചുട്ടെടുത്തു. പപ്പടം ചൂടാൻ നിന്നത് അമ്മുവാണ്. അത് പാകമായപ്പോൾ ഞാൻ പറഞ്ഞതാ മതിയിടോ ചുട്ടതെന്ന്. പക്ഷേ അമ്മു ആയിട്ടില്ല എന്ന് പറഞ്ഞ അവസാനം പപ്പടത്തിന് കത്ത് പിടിച്ചു. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് പഴവും ഇട്ട് അതിലോട്ട് കുറച്ച് ശർക്കരപ്പാനിയും ഒഴിച്ച് ആ പപ്പടവും വെച്ചിട്ട് ഇതെല്ലാം കൂടി അങ്ങ് കുഴച്ച് കഴിക്കാം. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. ഊരും പേരും അറിയാത്ത സാധനമാണെങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു. സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ നമ്മളിപ്പോൾ സ്വീറ്റ്സ് ഒന്നും അധികം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മത്തുപിടിക്കും കുറേ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.